ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഏകദേശം 2 അല്ലെങ്കിൽ 2.5 കൊല്ലത്തോളമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട്, വേറെ ഒന്നും കൊണ്ടല്ല, കുറേ തിരക്കുകൾ, കാര്യങ്ങൾ, ജീവിതത്തിലെ തിരക്ക്, അത് ഇത് ബ്ലാ 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 പ്രാരാബ്ദം ഒക്കെ ആയിട്ട് നമ്മളത് വിട്ടേക്കാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ടു മൈ ചാനലിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് ടൈറ്റിലേക്ക് കണ്ട പോലെ തന്നെ, പ്രത്യേകിച്ച് ഇതൊന്നുമല്ല, നേരിട്ട് നമ്മളെ വീഡിയോയിൽ കിടക്കുകയാണ്. ടൈറ്റിലേക്ക് കണ്ട പോലെ തന്നെ MT-15 ഇതിപ്പോൾ ഏകദേശം 3 കൊല്ലത്തോളം യൂസ് ചെയ്യണം. കറക്റ്റ് 3 കൊല്ലം, ഐ തിങ്ക് ഈ മാസം അത് തന്നെ കറക്റ്റ് 3 കൊല്ലത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. സോ ഇത് 2021 മോഡൽ MT-15 ആണ്. ആ ടൈമിൽ ഇറങ്ങിയ ഒരു മോഡലാണ്. മറ്റേ അന്നത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആക്കി ഇറങ്ങിയൊരു മോഡലായിരുന്നു. വൈറ്റിൽ വിത്ത് ഓറഞ്ച് അലോയ് വീൽസ് ഉള്ള ഒരു മോഡൽ. സോ എൻ്റെ 3 ഇയർസ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് ടു വീഡിയോയിൽ കിടക്കുകയാണ്, വേറെ ഒന്നുമില്ല, ജമ്പ് ചെയ്യാൻ പോവാണ്. കമോൺ. അപ്പോൾ ഈ മോഡൽ ഒന്നുകൂടി പറയുകയാണ്, 2021 മോഡലാണ്. BS6 ആണ് വേരിയൻറ്റ് വരുന്നത്. അന്ന് എനിക്ക് ഏകദേശം ഈ വണ്ടി ഏകദേശം 1.87 സംതിങ്, ഡോണ്ട് നോ, എനിക്കറിയത്തില്ല, ആ ഒരു പ്രൈസ് റേഞ്ച് വന്നിരുന്നു. അപ്പോൾ ഇന്ന് 3 കൊല്ലമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഗുണങ്ങളും ഉണ്ടായിരുന്നു, ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വണ്ടി എടുത്ത വഴിക്ക്. അന്ന് കുറേ ചീത്ത കമൻറ്റ്സ്, നല്ല കമൻറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിനും എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടുക. കാരണം കുറച്ച് ഗ്യാപ്പിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, എനിക്കെടുത്തതിൽ ഏറ്റവും സൂപ്പർ എന്ന് തോന്നിച്ചത് ഇതിൻ്റെ വേറൊന്നും കൊണ്ടല്ല, വൺ ആൻഡ് ഓൺലി മൈലേജാണ്. ബിക്കോസ് ഈ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മൈലേജ് ആയിരുന്നു എനിക്ക് ഈ വണ്ടി തന്നിരുന്നത്. കാരണം ഓൾമോസ്റ്റ് ഈ ഒരു അത്യാവശ്യം പവർഫുൾ ബൈക്കിന് കമ്പനി കൊടുക്കുന്ന ഒരു സാധാരണ നോർമൽ മൈലേജ് ഉണ്ടാവും. അതായത് ഇന്ന ബൈക്കിൽ ഇത്ര മൈലേജ് ഉണ്ടാവും പാടുള്ളൂ എന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനൊക്കെ തകിടം മറിച്ചിട്ടാണ് ഈ വണ്ടി എനിക്ക് ഇത്രയും മൈലേജ് തന്നിരുന്നത്. ഇതിൽ VVA എന്നൊരു ടെക്നോളജി ഉണ്ട്, അതേ ബേസ്ഡായിരിക്കും കിട്ടിയിരുന്നത്. എനിക്കിപ്പോൾ കറൻ്റ് എനിക്ക് കിട്ടുന്ന മൈലേജ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ആവറേജിൽ അറിയാൻ പറ്റും, ബട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഷോ ചെയ്യാം എങ്ങനെ കിട്ടണമെന്ന് മൈലേജ്. കറൻ്റ് എനിക്ക് കിട്ടുന്ന മൈലേജ് ഇതാണ്. എൻ്റെ കറൻ്റ് ആവറേജ് മൈലേജ് കിട്ടുന്നത് 56 കിട്ടുന്നത്. സോ അത് അടിപൊളിയാണ്, ഗുഡ് എന്ന് പറയാം. അടിപൊളി മൈലേജാണ് കിട്ടുന്നത്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ സ്ട്രഗിൾ ചെയ്യണ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിൻ്റെ ഒരു വർധനവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്രോളിൻ്റെ വർധനവ് വളരെ കൂടുതലാണ്, താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ അതിനപേക്ഷിച്ച് ഗുഡ് മൈലേജാണ് എനിക്ക് ഈ വണ്ടി തരുന്നത്. സോ ഫസ്റ്റ് പോയിൻറ്റ് മൈലേജാണ്. ഐ തിങ്ക് എനിക്കല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ MT-15 എടുക്കുന്ന ആൾക്കാർക്കും ഈ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. വെരി ഫ്യൂ നമ്പേഴ്സ് ആൾക്കാർക്കായിരിക്കാം ഇങ്ങനത്തെ ഒരു ഇല്ലാത്തൊരു സംഭവം ഉള്ളത്. സോ ഫസ്റ്റ് പോയിൻറ്റ് മൈലേജ്. രണ്ടാമത്തെ കാര്യം, ബ്രോസ്, നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്. സർവീസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നോർമലി ഇപ്പോൾ ബജാജ് ഇതിനൊക്കെ അപേക്ഷിച്ച്, ഈ ഒരു വേരിയൻ്റെ അപേക്ഷിച്ച് വെച്ച് സർവീസ് കോസ്റ്റ് ഉണ്ട്. ഭയങ്കര ഹൈ എന്നല്ല പറയണ, സർവീസ് കോസ്റ്റ് ഉണ്ട്. പക്ഷേ സർവീസ് കയറ്റേണ്ട ആവശ്യങ്ങൾ എനിക്ക് ഇതിൽ വളരെ കുറവാണ്. കാരണം കംപ്ലയിൻസോ മറ്റു സംഭവങ്ങളൊന്നും എനിക്ക് അധികം വന്നിട്ടില്ല. വന്ന കാര്യം അതിൽ പറയാം, നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പറയാം. സോ അല്ലറ ചില്ലറ സർവീസ്, ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, അതൊക്കെയാണ്. അത് ഫുൾ സർവീസ് ഫ്രീ ഒന്നും അല്ല കേട്ടോ. ഇവർ സർവീസ് ഫ്രീ ആണെന്നൊക്കെ പറയണത് എനിക്കതിന് ഫീൽ ചെയ്തിട്ടില്ല. സർവീസിന് അവർ പെയ്ഡ് ചെയ്യുന്നുണ്ട്, പൈസ എടുക്കുന്നുണ്ട്. ഭയങ്കര ഇതല്ല, എന്നാലും ഇതിനും R15 കമ്പയറിറ്റീവ് 2 പേർക്കും സെയിം സർവീസ് തന്നെയാണെന്നാണ് എനിക്കൊരു തോന്നൽ. ആയിരിക്കാം, അത് തന്നെയാണ് തോന്നുന്നത്. സർവീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, എന്നാലും പറയാണ്. സർവീസ് വരുന്നത് അതിൻ്റെ എയർ ഫിൽറ്റർ, ഓയിൽ, പിന്നെ അല്ലറ ചില്ലറ മാറ്റേണ്ട കാര്യങ്ങൾ, ബ്രേക്ക് പാഡ്, ഇതിനൊക്കെയാണ്. എനിക്ക് സർവീസ് കോസ്റ്റ് കൂടുതൽ തോന്നിച്ചത് അതിൻ്റെ ബ്രേക്ക് പാഡ്സിനാണ്. ബ്രേക്ക് പാഡ്സിന് അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട് ഇതിന്, ബ്രേക്ക് പാഡ്സിന്, പിന്നെ അതിൻ്റെ ഓയിൽ സീലിനൊക്കെയാണ്. പക്ഷേ അത് എനിക്ക് ഇതിലൊറ്റ വട്ടം 3 കൊല്ലത്തിന് ശേഷം എനിക്ക് ഒറ്റ വട്ടമാണ് അതിൻ്റെ ഓയിൽ മറ്റേ അതിൻ്റെ സ്റ്റമ്പിലെ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. വേറെ അത് എൻ്റെ ഒരു കേസാണ്, എൻ്റെ മാത്രം കാര്യമാണ് പറയണത്, മറ്റുള്ള അഭിപ്രായം എനിക്കറിയില്ല. അപ്പോൾ സർവീസ് കോസ്റ്റിൻ്റെ ലെവൽ അങ്ങനെയാണ് വരുന്നത്. സർവീസ് കയറ്റേണ്ട ആവശ്യത്തിൽ വളരെ കുറവാണ്. ഞാനിപ്പോൾ ലൂബ് ചെയ്യാൻ കയറ്റും, പിന്നെ നമ്മുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റുക, അല്ലറ ചില്ലറ പൊടി സർവീസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വണ്ടി കയറ്റി കോംബോ ആയിട്ട് പാക്ക് മാറ്റാൻ പറയും. അതായത് ഇപ്പോൾ എൻ്റെ എല്ലാ സർവീസും കഴിഞ്ഞു, എന്നാലും നമ്മൾ സർവീസ് കയറ്റുമ്പോൾ അവർ എല്ലാം ഒരുമിച്ച് മാറ്റാൻ പറയും. സോ അത് നമുക്ക് താങ്ങാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വട്ടം സർവീസ് കയറ്റുമ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യങ്ങൾ എന്താണോ നിങ്ങൾ നോക്കി ചെയ്ത്, എന്താണ് പ്രോബ്ലംസ് ഉള്ളത് അത് നോക്കി ചെയ്യാനായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. അപ്പോൾ സർവീസ് ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. ഈ മൂന്നാമത്തെ പോയിൻറ്റ് കിടക്കാം. പറഞ്ഞ പോലെ മൂന്നാമത്തെ പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് ആണ്. റൈഡിങ് എക്സ്പീരിയൻസ് ഇപ്പോൾ 3 കൊല്ലമായി ഞാനിപ്പോൾ ഇതുകൊണ്ട് അത്യാവശ്യം ലോങ്ങും പോയിട്ടുണ്ട്, നല്ലപോലെ ലോങ്ങും പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഏകദേശം ഈ വണ്ടി ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഏകദേശം എത്ര ഓടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 42,000 കിലോമീറ്റർ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഈ വണ്ടി ഓടിയിട്ടുണ്ട്.
52,000 കിലോമീറ്റർ അത്യാവശ്യം ലോങ് തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ടൂറിങ് പോകുന്നതും നോർമൽ നമ്മുടെ ജോലിയുടെ കേസിനൊക്കെയാണ് പോകുന്നത്. യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. റൈഡിങ് എക്സ്പീരിയൻസ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം വെച്ച് നോക്കുകയാണെങ്കിൽ സീറ്റ് ഭയങ്കര ടൈറ്റ് ആണോ. ഞാനിത് എപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനാണ്. എനിക്ക് ഈ വണ്ടി എപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ എനിക്കിഷ്ടം. ഈ വണ്ടി എനിക്ക് മുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തതാണ്. ഇപ്പോഴത്തെ നമ്മുടെ നിയമഘടനപരമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. ഫുൾ ഇതിൻ്റെ സ്റ്റോക്കാണ്. ആകെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പിടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ 2 പിടി അതെനിക്ക് ഇഷ്ടമായില്ല അതിൻ്റെ സ്റ്റോക്ക്. സോ അത് ഞാൻ മാറ്റി. പിന്നെ ഇവിടെ ഒരു MTയുടെ ഒരു വൃത്തികെട്ട സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് വളരെ ഇഷ്ടമല്ലാത്തൊരു സ്റ്റിക്കറായിരുന്നു. ഞാൻ ഈ സ്റ്റിക്കർ പതുക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അത് 2-3 കഷ്ടമായി വെട്ടി എടുത്ത് ഞാൻ എൻ്റെ ടാങ്കിൻ്റെ ഇവിടെയായിട്ട് ഒട്ടിച്ചു. അത് ഈ വണ്ടി മാത്രം കാണുന്നൊരു സംഭവമാണ്, വേറൊരു MTയിൽ കാണാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അത് ഞാൻ ഇവിടെയായിട്ട് നൈസിലായി ചെയ്തു. ബോറിലെന്ന് തോന്നുന്നു, ബോറിലല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയും ചെയ്തു. ബാക്കി വരുന്ന ആ സ്റ്റിക്കറിൻ്റെ ബാക്കി വരുന്ന പീസ് ഞാൻ എൻ്റെ ഇവിടെ ഒട്ടിച്ചു. കണ്ടിട്ട് ബോറിലെന്ന് തോന്നുന്നു, അതന്നെ ഇവരൊട്ടിച്ചു. അപ്പോൾ അത് മാത്രമാണ് ചെയ്തേക്കണത്. ഫുള്ളി സ്റ്റോക്കാണ്. സോ അതുകൊണ്ട് ബാക്ക് ടു പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് സീറ്റ് ഞാൻ വെറുതെ കുഷ്യൻസ് ഒന്നും വെച്ചിട്ടില്ല. ഇപ്പോഴും നോർമൽ സീറ്റാണ്. ഭയങ്കര സ്റ്റിഫാണ്. സോ കുറേ നേരം ഇരുന്ന് പോകുമ്പോൾ നമ്മുടെ ബാക്കിൽ നല്ലൊരു സുഖമുണ്ട്. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യണു, ഇതൊരിക്കലും ലോങ് പോകുമ്പോൾ ഡുവലായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇത് വെച്ച് ഹിമാലയം വരെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ ലെജൻസാണ്, അതൊക്കെ വേറെ കാര്യം അല്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രമായിട്ട് യൂസ് ചെയ്യാൻ എനിക്കിഷ്ടം. ബാക്കിലൊരാൾ വെച്ച് നമ്മളിത് ഓടിച്ച് കുറേ ലോങ് പോകുകയാണെങ്കിൽ നമ്മുടെ ബാക്കിനൊക്കെ ഭയങ്കര അടിഭാഗത്തൊക്കെ നല്ല കുത്തണ വേദനയായിരിക്കും. സോ ഒറ്റയ്ക്കാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് ഒറ്റയടിക്ക് ഞാനിതുകൊണ്ട് ഊട്ടിക്കും. ഞാൻ ചെറിയ റൈഡറാണ്, വലിയ റൈഡറൊന്നുമല്ല, പ്രോയൊന്നുമല്ല. ഊട്ടി കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ അടിപൊളിയാണ്. കാരണം നമ്മളിരിക്കും, നമ്മുടെ ബാഗ് ഇവിടെ വരും, കംഫർട്ടാണ്, അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇതേ ബൈക്കിൽ തന്നെ ബ്ലാക്ക് കളറിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അവർ കപ്പിൾസായിട്ട് പോയത്. അവർ ബാക്കിൽ അവൻ്റെ ആളെ വെച്ച് പോയിണ്ടായിരുന്നു. അവനും ബാഗുണ്ട്, അവൻ്റെ ബാഗ് ഫ്രണ്ടിൽ ടാങ്കിൽ വെച്ചു. അവനിവിടെ ഇരുന്നു, ആളിവിടെ ഇരുന്നു. അതിൻ്റെ ബാഗ് ഇവിടെ താങ്ങിയില്ല. അന്ന് ഇതൊന്നും ഗ്രാബ് ലെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രാബിൻ്റെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഡിസ്കംഫർട്ടായിരുന്നു. അവർ ഭയങ്കര ടയേർഡായി. സോ ഞാൻ എപ്പോഴും പറയണു, സിംഗിൾ റൈഡ് അടിപൊളിയാണ്, ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഡുവൽ റൈഡ് ഓടിക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ലോങ്ങിൻ്റെ കേസാണ്. ചിലവർക്ക് ക്രൈസ് ഉള്ളവരുണ്ടാവും, ഓടിച്ച് പോകുന്നവരുണ്ടാവും. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ റൈഡിങ് എക്സ്പീരിയൻസ് തോന്നിച്ചത് അതാണ്. പിന്നെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ അടിപൊളിയാട്ടോ. കറക്റ്റ് ഡൂക്ക് തന്നെയാണ്. എനിക്ക് അങ്ങനെ തോന്നിച്ചത്. ഞാൻ ഇപ്പോൾ ഡൂക്ക് 390 ആണെങ്കിലും 250 ആണെങ്കിലും 200 ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് തോന്നണം. ഹാൻഡിൽ ബാർക്ക് എഫ് സി പോലെയല്ല, ഇത് നല്ല ഒടിയാണ്, നല്ല പോയിട്ട് ഒടിച്ചെടുക്കാം ഇത്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിച്ചത്. അപ്പം 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് 4ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടയറാണ്. ടയർ ഇപ്പോൾ ഇത് കറക്റ്റ് 3 കൊല്ലമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലമായപ്പോൾ തന്നെ എൻ്റെ ടയറുകൾ 2ഉം പുതിയതാണ്. അപ്പോൾ അതെൻ്റെ ഞാൻ എത്ര ഓടിച്ചുകൊണ്ടായിരിക്കാം. ടയറൊക്കെ മാറണം നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ ഇരിക്കട്ടെ. അപ്പോൾ 10 കൊല്ലം ഈ വണ്ടി എടുത്തിട്ട് ഒരു സ്ഥലത്ത് ഓടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ടയർ മാറേണ്ട ആവശ്യമില്ല. അതല്ല പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ടയർ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും മാറിയിട്ടുണ്ട്. മാറിയ ടയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ടയേഴ്സ് എന്നല്ല, നോർമൽ ടയേഴ്സ്. ഒരു 3000 ഫ്രണ്ടിലും ആ ഒരു ലെവലിൽ ആ ഒരു ടയർ തന്നെ മാറിയേക്കണത്. അപ്പോൾ ടയർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ 42-45 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അതിനെ ഗേജ് ടയറാണ് ഞാൻ യൂസ് ചെയ്തിട്ടേക്കണത്. അതെൻ്റെ റൈഡിങ് ഇതാണ്. അപ്പോൾ അത് ഞാനിതിൽ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ടയറിൻ്റെ കേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ടയർ ഇടുമ്പോൾ നല്ല ടയർ നോക്കി ഇടാം. ഞാനിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടയർസാണ് ഇട്ടേക്കണത്. ഭയങ്കര പെർലി റോസോട്ടോ ഒന്നും ഇട്ടിട്ടേക്കണേ. നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടയർസ് ഏതാണോ അതാണ് ഞാൻ ഇട്ടേക്കണത്. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ടയർ ഇട്ടിട്ട് യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറപ്പിക്കാനൊന്നുമില്ല പോണേ, നോർമൽ റൈഡാണ്. അപ്പോൾ അതിന് കംഫർട്ടാണ്. ടയറിൻ്റെ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് 5ാമത്തെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ 5ാമത്തെ കാര്യമാണ് നമ്മുടെ ചെയിൻ ലൂബ്. ചെയിൻ ലൂബിൻ്റെ കേസ് ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഈ വണ്ടി ഞാൻ പറഞ്ഞിരുന്നു 40 ചില്ലാനം കിലോമീറ്റേഴ്സാണ് ഞാൻ ഓടിയേക്കണത്. എനിക്കിതിൻ്റെ ഇടയിൽ ഒരു ഒറ്റ വട്ടാണ് ഞാൻ ചെയിൻ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് 2ാമത്തെ ചെയിനാണ്. ആ ഫസ്റ്റ് ചെയിൻ സ്റ്റോക്ക് ചെയിൻ മാറ്റി 2ാമത്തെ ചെയിൻ അത് കംപ്ലൈൻ്റ് ആയി. 1ാമത്തെ ചെയിൻ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. 2ാമത്തെ ചെയിനാണ് ഇട്ടേക്കുന്നത്, ചെയിൻ സോക്കറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ചിലവർക്ക് പെട്ടെന്ന് മാറ്റാം, ചിലർ കുറേ കാലം ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, സിമ്പിൾ ട്രിക്കാണ്. നമുക്ക് ചെയിൻ സോക്കറ്റ് കുറേ നാൾ ഓടിക്കണമെങ്കിൽ വേറെ ഒന്നുമില്ല, ചെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം ലൂബ് ചെയ്തിട്ട് നമ്മളത് ട്രിപ്പ് ഇട്ട് വെച്ചിട്ട് ഈ വണ്ടി 500 മാക്സ് ചെയിൻ ലൂബ് ചെയ്തിട്ട് 500 to 1000 കിലോമീറ്ററിനുള്ളിൽ ചെയിൻ സോക്കറ്റും ചെയിൻ ലൂബ് ചെയ്യാം. ചെയിൻ ലൂബ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെയിൻ ലൂബ് അടിച്ച് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയിനും സോക്കറ്റ് നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് കുറേ നാൾ ഓടിക്കാം. എനിക്ക് അങ്ങനെ തോന്നിച്ചത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും.
ഇപ്പോഴും ഇത് മാറ്റാറായിട്ടില്ല. ഇപ്പോഴും കണ്ടീഷൻസ് ഒന്നും ഒരു മോശമല്ല, ഒരു സൗണ്ടോ കാര്യങ്ങളോ ഇതിൽ വരുന്നില്ല. ചിലവരുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു MT-RN5 ചെയിൻ സോക്കറ്റ് മാറ്റി അടപ്പ് തെറിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ രീതിയിൽ അത് വന്നിട്ടില്ല. അതിൽ ഒന്നാമത്തെ മെയിൻ പ്രയോറിറ്റി ഇതാണ്, ചെയിനും സോക്കറ്റും മര്യാദയ്ക്ക് യൂസ് ചെയ്യുക. കുടകടാന്നും നല്ല ഓടിക്കേണ്ട, മര്യാദയ്ക്ക് ഓടിക്കുക. പിന്നെ കറക്റ്റ് അതിന് പ്രോപ്പർ ചെയിൻ ലൂബ് ചെയ്യുക. അതൊക്കെ ചെയ്താൽ കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കിട്ടി. കാരണം 3 കൊല്ലമായിട്ട് ഞാൻ കൂടി ഒറ്റ വട്ടം ചെയിൻ സോക്കറ്റ് മാറ്റിയിട്ടുള്ളൂ, സീരിയസ്ലി ഒറ്റ വട്ടം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടയിൽ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് പറഞ്ഞത്, ഒരു കാരണവശാൽ പോലും ഈ വണ്ടി കടൽ തീരത്ത് വെച്ചിട്ട് ഈ ബേണൗട്ടൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഷോക്കാണ്. കാരണം അങ്ങനെയൊക്കെ ബേണൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ഇവിടൊക്കെ മണൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയിനിൻ്റെ ലൈഫൊക്കെ പെട്ടെന്ന് പോകും. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ചെയിൻ സോക്കറ്റ് നോ ഇഷ്യൂ കേട്ടോ. മറ്റുള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ എനിക്ക് അത്ര പ്രോബ്ലംസ് ഒന്നും ഇട്ടായിട്ടില്ല. ഇപ്പോഴും ഒറ്റ വട്ടമായി മാറ്റിയിട്ടുള്ളൂ. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു തത്രപ്പാടില്ല. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. 6ാമത്തെ കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, ഈ വണ്ടി കറക്റ്റ് സ്റ്റോക്ക് ബാറ്ററി വെച്ചിട്ട് കറക്റ്റ് 3 കൊല്ലമായി ഇപ്പോൾ അതിൻ്റെ ബാറ്ററി ചത്തു. ബാറ്ററി ഞാനിപ്പോൾ മാറ്റിയിട്ടുള്ളൂ. ബാറ്ററി മാറ്റിയിട്ട് 10-20 ദിവസമായിട്ടുള്ളൂ. കറക്റ്റ് ഈ വണ്ടി എടുത്തിട്ട് 3ാമത്തെ കൊല്ലം എൻ്റെ ബാറ്ററി ചത്തുട്ടാ. ബാറ്ററി ഫുൾ ഫിനിഷ്. അത് ഞാൻ വറ്റിച്ചെടുക്കാമെന്ന് പറയില്ല, വറ്റിച്ചെടുക്കാവുന്ന പരുവത്തിലാക്കി. ആദ്യം തന്നെ ഒരു 2-3 മാസം മുമ്പ് സിഗ്നൽ തന്നു. കാരണം സെൽഫ് എടുക്കില്ല നമ്മൾ. സെൽഫ് എടുക്കുമ്പോൾ വണ്ടി ചുമച്ചിരിക്കും. അതെനിക്ക് മനസ്സിലായി ബാറ്ററി. അപ്പോൾ ഞാനും ബാറ്ററി ഷോപ്പിൽ പോയി അവർ പറഞ്ഞു വണ്ടിയിൽ വരുന്നത് ഓൾറെഡി അവരെ സ്റ്റോക്ക് ബാറ്ററി ആയിരിക്കും, അത് അതിൻ്റെ കാലാവധി അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കറക്റ്റ് 3 കൊല്ലമായി ഇപ്പോൾ അതിൻ്റെ ബാറ്ററിയെ മാറ്റി. ബാറ്ററി മാറ്റിയിട്ട് ഞാൻ പുതിയ ബാറ്ററി ഇട്ടു. പുതിയ ബാറ്ററിക്ക് 1000 to 1500 വരുന്നത്. അതിന് 4 കൊല്ലം വാറണ്ടി ഉണ്ട്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ ഒരു കംപ്ലൈൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്കൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിൽ നമുക്ക് സെൻസർ ഉണ്ട്, ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. സ്റ്റാൻഡ് സെൻസർ ഉണ്ട്. ഈ സ്റ്റാൻഡ് സെൻസറിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓണാവത്തില്ല. അതെല്ലാവർക്കും അറിയാം, ഓണാവത്തില്ല. പുതിയ ടെക്നോളജിയാണ്. ഈ സാധനത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാൻഡ് കുറച്ച് തട്ടിയിട്ട് ഈ സെൽഫ് അടിക്കുമ്പോൾ ഇതിൻ്റെ സെൻസറിനൊരു പ്രോബ്ലം വരും. സെൻസർ പ്രോബ്ലം അല്ല, ഇത് ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് ഇല്ല, എൻജിൻ വാണിംഗ് ലൈറ്റ്, ഈ ലൈറ്റ് ഈ സാധനം ഇടയ്ക്ക് കത്തി നിൽക്കും. ഇപ്പോൾ ഈ ABS കത്തി നിൽക്കണില്ലേ, അതേപോലെ ഇതിങ്ങനെ കത്തി നിൽക്കും, ഓഫാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഓഫാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എൻജിൻ പ്രോബ്ലം ആയോ എന്ന് വിചാരിക്കും. എൻജിൻ പ്രോബ്ലം അല്ല ഗൈസ്, ഈ MTക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, വേറെ ഒന്നുമല്ല. ഈ സ്റ്റാൻഡിൻ്റെ സെൻസറിൻ്റെ തട്ടണേൻ്റെ പ്രോബ്ലത്തിൽ നമ്മുടെ എൻജിൻ ലൈറ്റ് കത്തിക്കെടുക്കും. കത്തിക്കെടുത്ത് എന്തായാലും സർവീസ് സെൻ്ററിൽ കാണിക്കണം കേട്ടോ. വേറെ കാര്യം ഞാൻ പറഞ്ഞ പ്രോബ്ലം അല്ല, എൻജിൻ പ്രോബ്ലം ആണെങ്കിൽ പെടും. അതല്ല, എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അതിനെ അറിഞ്ഞത് ഈ എൻജിൻ ലൈറ്റ് കത്തിക്കെടുക്കുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് സർവീസ് സെൻ്ററിൽ പോയിട്ട് അവർ മെഷീൻ വെച്ചിട്ട് വേണം ഓഫ് ചെയ്യാൻ. അത് എനിക്ക് ഏകദേശം ഈ വണ്ടിയിൽ നിന്ന് 3 കൊല്ലം എടുത്തിട്ട് എനിക്കിങ്ങനെ തന്നെ ഒരു 4 വട്ടം എനിക്ക് ഈ സാധനം വന്നിട്ടുണ്ട്. 4 വട്ടം ഇത് മാറ്റാൻ ഭയങ്കര ചടങ്ങ്. കാരണം നമ്മളിത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മീറ്ററിലേക്ക് പതുക്കെ നോക്കുമ്പോൾ ഈ ഒരു സാധനം കത്തിക്കെടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷന്, നമുക്കൊരു സുഖം ഉണ്ടാവില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അത് മാറ്റാൻ വേണ്ടി സർവീസ് സെൻ്ററിൽ തന്നെ പോകണം. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. അപ്പം തന്നെ കുത്തിയിട്ട് ഒരു 10 മണിക്കൂറിൽ അത് മാറ്റി തരും. എനിക്കറിയാം, എനിക്ക് 1 മണിക്കൂർ എടുത്തു, 12 മണിക്കൂറിൻ്റെ പരിപാടി ഉള്ളതെന്ന് കേട്ടേക്കണേ. അപ്പോൾ ആ ഒരു സാധനം വരും. ആ സാധനം ഭയങ്കര ഇറിറ്റേഷനാണ്. അത് എനിക്ക് 4-5 വട്ടം വന്നിട്ടുണ്ട്, ഞാനത് മാറ്റി ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു 6ാമത്തെ കാര്യം. സോ ഗായ്സ്, അവസാനത്തെ 7ാമത്തെ കാര്യം. സോ വൈൻഡപ്പ് ചെയ്യാം, വേറെ ഒന്നുമല്ല. 7ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടി എനിക്ക് എടുത്തിട്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല മൈലേജ് തരുന്നുണ്ട്, നല്ല പവർഫുൾ വണ്ടിയാണ്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് RN5 അപേക്ഷിച്ച് എനിക്കിഷ്ടം ഇത് MT ആണ്. RN5 നല്ല ലെജൻഡ് വണ്ടിയാണ്, മോശം എന്നല്ല പറയണം. എനിക്കിഷ്ടം, എൻ്റെ ഒരു ഒപ്പീനിയൻ ഇഷ്ടപ്പെട്ടത് MT ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, നല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ്. ജോലിയൊന്നും പറയണില്ല, ട്രാവൽ ചെയ്യേണ്ട ഒരാളാണ് ഞാൻ. സോ എനിക്ക് ഈ വണ്ടി എന്താ പറയുക, ഇങ്ങനെ നമ്മളിങ്ങനെ തല കുനിക്കുമല്ലോ, അങ്ങനത്തെ വണ്ടി. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പർപ്പസിലും നടക്കുന്നുണ്ട്. എൻ്റെ മുന്നത്തെ വണ്ടി എന്ന് പറയുന്നത് ഡൊമിനർ 400 ആയിരുന്നു. ഭയങ്കര മൈലേജിനൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ജോബിനൊന്നും തീരെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വണ്ടിയായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ അപേക്ഷിച്ച് കില്ലാടിയാണ്. മൈലേജ് ഇരുന്ന് ഓടിക്കാൻ ഫൺ ടു റൈഡാണ്. മനസ്സിലായി, ഫൺ ടു റൈഡാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുത്തി എടുക്കാം ട്രാഫിക്കിൻ്റെ ഇടയ്ക്കുള്ളൂ. കാരണം എൻ്റെ ഹാൻഡിലോടിയൊക്കെ അടിപൊളിയാണ്. പിന്നെ 2ാമത്തെ കാര്യം, ഞാനിപ്പോഴും ഇത് സ്റ്റോക്കായിട്ട് കൊണ്ടുനടക്കാൻ എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഇങ്ങനെ കാണാൻ എനിക്ക് ഭംഗി കൂട്ടാം. ഇപ്പോൾ നമ്മുടെ ഈ ബാക്കിലെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഈ സംഭവം മാറ്റിയിട്ട് അത് ഇതാണ് കേട്ടോ,
ഇല്ലീഗലാണ് അത് വെക്കുന്നത്. പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇത് വെച്ചിട്ട് ഈ നമ്പർ പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വെക്കുന്ന പരിപാടി ഉണ്ട്. കാണാൻ നല്ല ഭംഗി വയ്ക്കും വേണ്ടി, കാരണം നല്ല മസ്കുലർ ടൈലാണ്. പക്ഷേ എൻ്റെ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിൽക്കുന്ന ആളുടെ ചെളി തെറിച്ച് അവൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇത് മാറ്റാറ്. കാരണം ഇത് ഓൾറെഡി ഇത് അടിപൊളി, ഇത് കാണാൻ ഭംഗിയില്ലടാ, നല്ല രസമില്ലേ. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നല്ല സ്ട്രോങ്ങാണ്, ഭയങ്കര സ്ട്രോങ് ആണ്, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ കൊണ്ടു നടക്കാൻ ഇഷ്ടം. മാക്സിമം അത് നിങ്ങളുടെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്കായിട്ട് കൊണ്ടു നടക്കണോ എന്ത് കൊടുക്കണോ എന്നൊക്കെ നിങ്ങളുടെ ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞാണ്. ഓവറോൾ പറയണം, വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 2 ലക്ഷത്തിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന വണ്ടിക്ക് ഇതൊന്നും അല്ല, മറ്റേ ഇതിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്, അപ്സൈഡ് ഡൗൺ ആണ്. അത് ഭയങ്കര ലുക്കായിട്ടുണ്ട് കേട്ടോ. കാരണം അതൊരു ഗോൾഡൻ കളറിൽ ഭയങ്കര ലുക്കായിട്ടുണ്ട്. ചേട്ടൻ വണ്ടിക്ക് പോണേ പോട്ടെ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. സോ എല്ലാവരും നോക്കാം. പിന്നെ ലാസ്റ്റ് പിന്നെ ഒരു കാര്യം എടാ, ഈ വണ്ടി ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ, ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാവും. ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് എടുക്കുമ്പോൾ മാക്സിമം കളർ അലൈവീൽസ് ഇല്ലാത്ത വണ്ടി എടുക്കാൻ നോക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊക്കെ ഭയങ്കര ഹറിബറി ആളാണ്. എനിക്ക് പെട്ടെന്ന് വണ്ടി വെച്ചിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്, ഹറിബറി ആളാണ്. അപ്പോൾ ആ കേസിൽ എനിക്ക് ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ എടുത്തിട്ട് പോകും. എനിക്ക് ക്ഷമ കുറവാണ്. അപ്പോൾ ഈ സാധനം തെറിച്ച് ഈ അലൈവീൽസാവും. ഇതായിക്കഴിഞ്ഞാൽ കളയാനൊക്കെ പറ്റും, തേച്ചാൽ പോവും. പക്ഷേ ഇത് കണ്ട, ഈ കറയും ചെളിയൊക്കെ പോകാൻ കുറച്ച് പാടാണ്. കാരണം പോവും ഇതേ കണ്ടതേ. ഇപ്പോൾ പറയും കഴുകാറില്ല എന്ന് ചോദിക്കും കമൻറ്റിൽ. അങ്ങനെയല്ല, എടുത്തിട്ട് കുറച്ച് കളയണം വണ്ടി. അപ്പോൾ അത് പോവും. അപ്പോൾ ആ കറയിലേക്ക് നിൽക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അലൈവീൽസ് ഇങ്ങനത്തെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അലൈവീൽസ് ഒന്ന് തുടച്ച് കഴുകുക, നന്നാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കരിയായി. അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ ഞാൻ പറഞ്ഞ നെഗറ്റീവോ കുറ്റങ്ങളുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഇത് ഈ വണ്ടിനെ അപേക്ഷിച്ച് എന്തെങ്കിലും വീഡിയോസ് ഞാൻ ഇടണം എന്ന് താല്പര്യമുള്ളവർ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇട്ടോ, ചീത്ത ഒഴിച്ച്. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോ വരുന്നവർക്ക് വരും. ബൈ ജോൺസീനയിലോ.